Hi students, welcome to Civil Tips PSC. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് LSTD ഗ്രേഡ് 2 എക്സാമിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ നെക്സ്റ്റ് ഈ ഒരു പാർട്ട് വീഡിയോസിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുന്നേയുള്ള പാർട്ട് വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ഇയർ PYQ ഡിസ്കഷൻ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് എല്ലാ വീഡിയോസും കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, എല്ലാ ഓപ്ഷൻസും ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Two walls meet at 90 degree, a dash coin is formed. ഓക്കെ, ഓപ്ഷനിൽ സ്ക്വയർ കോയിൻ ഉണ്ട്, സ്ക്വയിൻഡ് കോയിൻ ഉണ്ട്, T കോയിൻ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടുത്തെ ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇവിടെ ഈ ഓപ്ഷനിൽ ഇവർ സ്ക്വയർ കോയിൻ എന്ന് പറയാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് റൈറ്റ് ആംഗിൾ കോയിൻ എന്നാണ് പറയുന്നത്. ഓക്കെ, റൈറ്റ് ആംഗിൾഡ് കോയിൻ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area of pentagon. Okay, the area of pentagon is ഓപ്ഷൻ എ പറയുന്നത് 1.7205 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഓപ്ഷൻ ബിയിൽ 1.2705 ഇൻറ്റു സൈഡ് സ്ക്വയർ. അതുപോലെ ഓപ്ഷൻ സി പറയുന്നത് 1.7205 ഇൻറ്റു റൂട്ട് സൈഡ്. ദെൻ ഓപ്ഷൻ ഡിയിൽ 1.2705 ഇൻറ്റു റൂട്ട് സൈഡ്. ഓക്കെ, ഇതിൽ ഏതാണ് ആൻസർ? ഏരിയ ഓഫ് പെൻറ്റഗൺ ആണ് ചോദിക്കുന്നത്. നമുക്കറിയാം പെൻറ്റഗണിന് 5 സൈഡാണ് ഉള്ളതല്ലേ. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 1.7205 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെത്തേഡ് ഈസ് കോമൺലി അഡോപ്റ്റഡ് ഫോർ ദ റിമൂവൽ ഓഫ് പെർമനൻറ്റ് ഹാർഡ്നെസ്? ഓക്കെ, നമ്മൾ ആ ഒരു പെർമനൻറ്റ് ഹാർഡ്നെസ് ഒക്കെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ കോമൺലി അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്ഷനിൽ ലൈം സോഡ പ്രോസസ്സ് ഉണ്ട്, അതുപോലെ ബേസ് എക്സ്ചേഞ്ച് പ്രോസസ്സ് ഉണ്ട്, ഡീമിനറൈസേഷൻ പ്രോസസ്സ് ഉണ്ട്, ഓഫ് ദീസ് ഉണ്ട്. ഏതാണ് ഇവിടെ ആൻസർ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ആൾ ഓഫ് ദീസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഗ്രാനൈറ്റ് ഈസ് എ റോക്ക്. ഗ്രാനൈറ്റ് റോക്ക് ഏതെന്നാണ്? ഗ്രാനൈറ്റ് ഏതിൽ വരുന്ന റോക്ക് എന്നാണ്? ഓപ്ഷനിൽ സെഡിമെൻ്ററി റോക്ക് ഉണ്ട്, മെറ്റമോർഫിക് റോക്ക് ഉണ്ട്, ഇഗ്നേസ് റോക്ക് ഉണ്ട്, അതുപോലെ നൺ ഓഫ് ദീസും ഓപ്ഷനിലുണ്ട്. ഏതാണ് ആൻസർ? നമ്മൾ ഗ്രാനൈറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ഒരു എക്സാമ്പിളായിട്ട് പഠിക്കുന്നതാണ്. ഏതാണ് ഇവിടെ ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. നമ്മൾ ഗ്രാനൈറ്റ് ഇഗ്നേസ് റോക്കിൻ്റെ എക്സാമ്പിളാണ്. ഇഗ്നേസ് റോക്കിനെ നമുക്ക് പ്രധാനമായിട്ടും എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്ലൂട്ടോണിക് റോക്ക്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്ക് എന്ന് പറയുന്നുണ്ട്, അതുപോലെ ഹൈപ്പാബൈസൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. പ്ലൂട്ടോണിക് റോക്ക്, ഹൈപ്പാബൈസല്, ദെൻ അതുപോലെ വോൾക്കാനിക്. ഓക്കെ, ഇങ്ങനെ 3 ആയിട്ടാണ് നമ്മുടെ ഇഗ്നീസ് റോക്കിനെ പറയുന്നത്. അതിൽ ഇഗ്നീസ് റോക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മയിൽ. കൂളിംഗ് ഓഫ് മോൾട്ടൺ മാഗ്മയിലാണ് നമ്മുടെ ഇഗ്നീസ് റോക്ക് ഫോം ചെയ്യുന്നത്. ഇഗ്നീസ് റോക്കിൻ്റെ മറ്റൊരു പേരെന്താണ്? ഇഗ്നീസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക്. ഓക്കെ, ഇഗ്നീസ് റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇറപ്റ്റീവ് റോക്ക്. ദെൻ അതുപോലെ നമ്മുടെ പ്ലൂട്ടോണിക് റോക്ക് ഉണ്ട്, ഹൈപ്പാബൈസൽ ഉണ്ട്, വോൾക്കാനിക് ഉണ്ട്. അതിൽ പ്ലൂട്ടോണിക് റോക്കിൻ്റെ എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. അതിൻ്റെ നമ്മുടെ ഈ ഒരു പ്ലൂട്ടോണിക് റോക്കിൽ തന്നെ മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഗ്രാനൈറ്റ്, ദെൻ അടുത്തത് ഗ്യാബ്രോ. ഓക്കെ, ഗ്യാബ്രോ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, പ്ലൂട്ടോണിക് റോക്കിന് ഒരു എക്സാമ്പിളാണ് ഗ്യാബ്രോ. അതുപോലെ ഡയോറൈറ്റ്. ഓക്കെ, ഡയോറൈറ്റ് അതിനൊരു എക്സാമ്പിളാണ്. ദെൻ അതുപോലെ സയനൈറ്റ്. ഓക്കെ, സയനൈറ്റ് അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇങ്ങനെ ഇനിയും എക്സാമ്പിളുകളുണ്ട്. അത് നമ്മൾ ആ ഒരു സ്റ്റോണിൻ്റെ ക്ലാസ്സിൽ നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിങ്ങൾക്ക് സ്റ്റോണിൻ്റെ ക്ലാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളതിൽ ഇപ്പോഴും റീസെൻ്റായിട്ട് ചോദിച്ചിട്ടുള്ള കുറേ എക്സാമ്പിൾസ് ഉൾപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിമിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ പുതിയ കുറേ എക്സാമ്പിളുകൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മുടെ ഇപ്പോൾ നിമിയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ 50-80 രൂപയ്ക്ക് നിങ്ങൾക്കത് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു PSC എക്സാം റിലേറ്റ് ചെയ്തുള്ള എല്ലാ അപ്ഡേഷനും നിങ്ങൾക്ക് അതിൽ കിട്ടും. ഇപ്പം ഷോർട്ട് ലിസ്റ്റ് വരുന്നതായാലും റാങ്ക് ലിസ്റ്റ് വരുന്നതായാലും പുതിയ നോട്ടിഫിക്കേഷൻസ് അതുപോലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന
വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് ആയാലും എല്ലാ ഡീറ്റെയിൽസും നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾക്കത് താല്പര്യമുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അത് ഫോളോ ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സിലിക്ക മെൽറ്റ് അറ്റ് ഡേഷ് ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, സിലിക്ക മെൽറ്റ് ആകുന്നത് ഏത് ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷനിൽ 1730 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, അതുപോലെ 1400 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ദെൻ 1430 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, 1510 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഏതാണ് നമ്മുടെ സിലിക്ക മെൽറ്റ് ആകുന്ന ടെമ്പറേച്ചർ എത്രയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. ഓപ്ഷൻ എ ആണ്, 1730 ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഈ ഒരു സിലിക്ക ഏതിലുള്ള ഘടകങ്ങളാണ്? നമ്മുടെ ബ്രിക്ക് ഇൻഗ്രീഡിയൻസ് ഓഫ് ഗുഡ് ബ്രിക്ക് എർത്തിലുള്ള ഇൻഗ്രീഡിയൻസിനെയാണ് നമ്മൾ സിലിക്ക. ബ്രിക്ക് എർത്തിൻ്റെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണ്? അലുമിനിയം ഉണ്ട്, സിലിക്കയുണ്ട്, ലൈം ഉണ്ട്, അയൺ ഓക്സൈഡ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അലുമിനിയം എത്ര പെർസെൻറ്റേജ് ആണ്? 20 to 30%. ഇനി സിലിക്ക ആണെങ്കിലോ സിലിക്ക 50 to 60% ഉണ്ട്. ലൈം ആണെങ്കിൽ <5% ആണ്. അയൺ ഓക്സൈഡ് 5 to 6%. മെഗ്നീഷ്യ 1 to 2% ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സിലിക്കയുടെ ഫ്യൂസിങ് ടെമ്പറേച്ചർ 1730 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അത് ഓർമ്മിക്കുക. അതുപോലെ നമ്മുടെ ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 350 to 1100 ഡിഗ്രി സെൽഷ്യസ് ആണ്. ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എത്രയാണ്? 350 to 1100 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ബ്രിക്കിൻ്റെ ബേണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് 1:1:2 കോൺക്രീറ്റ് മിക്സ്. ഓക്കെ, 1:1:2 കോൺക്രീറ്റ് മിക്സിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 15 Nm² ഉണ്ട്, 20 Nm² ഉണ്ട്, 25 Nm² ഉണ്ട്. നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? 1:1:2 ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്, 25 Nm² ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്ക് കുറച്ചു അതിൻ്റെ ആ ഒരു മിക്സഡ് റേഷ്യോ, നമ്മുടെ കോൺക്രീറ്റ് മിക്സിൻ്റെ കുറച്ച് ആ ഒരു മിക്സിംഗ് റേഷ്യോ നോക്കാം. M5 ഏതാണടാ? M5ൻ്റെ റേഷ്യോ എത്രയാണ്? 1:5:10 ആണല്ലേ. 1:5:10 ആണ് M5 വരുന്നത്. ദെൻ അടുത്ത് വരുന്നതാണ് M7.5. M7.5ൻ്റെ റേഷ്യോ എത്രയാണ്? 1:4:8 ആണ്. 1:4:8 ആണ്. ദെൻ അതുപോലെ M10 ആണെങ്കിലോ M10ൻ്റെ മിക്സഡ് റേഷ്യോ വരുന്നത് 1:3:6 ആണ്. ഓക്കെ, 1:3:6 ആണ് M10 വരുന്നത്. ഇനി M15 ആണെങ്കിലോ M15ൻ്റെ റേഷ്യോ എത്രയാണ്? മിക്സഡ് റേഷ്യോ 1:2:4 ആണല്ലേ. 1:2:4 ആണ് M15 വരുന്നത്. ദെൻ M20ൻ്റെ മിക്സഡ് റേഷ്യോ എത്രയാണ്? M20ൻ്റെ മിക്സഡ് റേഷ്യോ 1:1.5:3 ആണല്ലേ. 1:1.5:3 ആണ് നമ്മുടെ M20ൻ്റെത്. ഇനി M25 ആണെങ്കിലോ M25ൻ്റെ മിക്സഡ് റേഷ്യോ വരുന്നത് 1:1:2 ആണല്ലേ. M25ൻ്റെത് 1:1:2 ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് M20യും M25 ആണ്, അത് ഓർമ്മിക്കണം. M20ൻ്റെത് 1:1.5:3 ആണ്, അതുപോലെ M25ൻ്റെത് 1:1:2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. The concrete provided to resist attack by acid and other chemicals. ഓക്കെ, ആസിഡും അതുപോലെ അതർ കെമിക്കൽസൊക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോൺക്രീറ്റ് ഏതാണ്? ഓപ്ഷനിൽ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ഉണ്ട്, പോളിമർ കോൺക്രീറ്റ് ഉണ്ട്, നോൺ ഫൈനസ് കോൺക്രീറ്റ് ഉണ്ട്, വാക്യൂം കോൺക്രീറ്റ് ഉണ്ട്. ഏതാണ് ആൻസർ? നമ്മൾ ആസിഡും അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന കോൺക്രീറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്, പോളിമർ കോൺക്രീറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഓരോ ക്വസ്റ്റ്യൻ പറയുമ്പോഴും നിങ്ങൾ അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, ദെൻ the defect indicated by curvature formed in the direction of length of timber. ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. The defect indicated by the curvature formed in the direction of length of timber എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വാർപ്പുണ്ട്, സ്പ്ലിറ്റ് ഉണ്ട്, കപ്പുണ്ട്, ബോ ഉണ്ട്. ഏതാണ്?
ഏതാണ് ആ ഒരു ലെങ്ത് ഡയറക്ഷൻ വരുന്ന ഡിഫക്റ്റ് ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, ബോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് ഏതിൻ്റെ ഡിഫക്റ്റ് ആണ്? ഏത് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണടാ? സീസണിങ് കാരണം. ഓക്കെ, സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. ഏതൊക്കെ? ബോ വരുന്നുണ്ട്, കപ്പ്, അതുപോലെ ട്വിസ്റ്റ്, വാർപ്പ്, ചെക്ക്, കൊളാപ്സ്, ദെൻ ഹെയ്സ് ഹാർഡനിങ്, ഹണി കോമ്പിങ്, ഇതൊക്കെ നമ്മുടെ ആ ഒരു സീസണിങ് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ആണ്. നമ്മുടെ ബോ എന്ന് പറയുന്ന ഡിഫക്റ്റ് ആണ് ലെങ്ത് വൈസിൽ കർവേച്ചർ ആവുന്നത്. ഓക്കെ, ലെങ്ത് വൈസ് ഡയറക്ഷനിൽ കർവേച്ചർ സംഭവിക്കുന്നത് തന്നെയാണ് ബോ ഡിഫക്റ്റ്. അതുപോലെ കപ്പാണെങ്കിലും ട്രാൻസ്വേഴ്സ് ഡയറക്ഷൻ. ഓക്കെ, കപ്പാണെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിൽ കർവേച്ചർ സംഭവിക്കുന്നതിനെയാണ് കപ്പ് എന്ന് പറയുന്നത്. ദെൻ ട്വിസ്റ്റ് ആണെങ്കിലോ ആ ഒരു സ്പൈറലി എലോങ് ലെങ്തിൽ സ്പൈറലി ആകുന്നതിനെയാണ് നമ്മൾ ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി വാർപ്പാണെങ്കിലോ വാർപ്പ് ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ്. ഓക്കെ, ബെൻഡ് ഔട്ട് ഓഫ് ഷേപ്പ് തന്നെയാണ് നമ്മൾ വാർപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെക്സ് ആണെങ്കിലോ ചെക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ചെറിയ ക്രാക്ക് ഉണ്ടാകുന്നതിനെ, ആ ഒരു വുഡൻ ഫൈബർ ചെറിയൊരു ക്രാക്ക് സെപ്പറേഷൻ ഉണ്ടാകുന്നതിനാണ് ചെക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചെക്ക് തന്നെ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതൊരു വുഡൻ പീസാണെന്ന് സങ്കല്പിക്കുക. ഓക്കെ, ഇവിടെ ഇപ്പം ഇതൊരു വുഡൻ പീസാണ്, ഇവിടെ ഇങ്ങനെ ഒരു ക്രാക്ക് ഉണ്ടായി. ഓക്കെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചെക്ക് എന്ന് പറയുന്നത്. ഇനി ഈ ക്രാക്ക് ഇങ്ങനെ ഫോം ചെയ്ത് ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്തുകയാണെങ്കിൽ അതിനെയാണ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് ചെക്ക് എക്സ്റ്റെൻഡ് ഫ്രം വൺ എൻഡ് ടു അതർ എൻഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ദെൻ കൊളാപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു വുഡ് ഫ്ലാറ്റൻഡ് ആയി പോകുന്നതിനെയാണ് നമ്മൾ കൊളാപ്സ് എന്ന് പറയുന്നത്. ദെൻ കേസ് ഹാർഡനിങ് ആണെങ്കിൽ റാപ്പിഡ് ഡ്രൈയിങ് മൂലം ഔട്ടർ സർഫേസ് കംപ്രഷനിലും അതുപോലെ ഇന്നർ സർഫേസ് ടെൻഷനിലും ആകുന്നതിനെയാണ് കേസ് ഹാർഡനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഐസ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, യൂണിറ്റ് വെയിറ്റ് ഓഫ് ഐസ് ഇൻ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഓപ്ഷനിൽ 1016 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്, 910 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഉണ്ട്. നൺ ഓഫ് ദീസ് ഉണ്ട്. ഏതാണ്? ദ യൂണിറ്റ് വെയിറ്റ് ഓഫ് ഐസ് ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, 910 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The maximum safe bearing capacity of medium clay in ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ 25 ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, 35 ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, 45 ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്, 50 ടൺ പെർ മീറ്റർ സ്ക്വയർ ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. 25 ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അതിൻ്റെ ആ ഒരു നിമിയിലുള്ള പോയിന്റ്സ് ആണ് ഞാനിവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതായത് മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് വേരിയസ് സോയിൽ എന്ന് പറഞ്ഞിട്ട് നിമിയിലുള്ള പോയിന്റ്സ് ആണ് ഞാനിവിടെ ആ ഒരു ടേബിളാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിൽ പറയുന്നുണ്ട് വെരി സോഫ്റ്റ് സോയിൽ, അതുപോലെ ബ്ലാക്ക് ഔട്ടൺ സോയിൽ, സോഫ്റ്റ് ക്ലേ, മോയിസ്റ്റ് ക്ലേ ആൻഡ് സാൻഡ് ക്ലേ, മീഡിയം ക്ലേ, കോമ്പാക്റ്റ് ക്ലേ, നിയർലി ഡ്രൈ, ഫൈൻ സാൻഡ്, അങ്ങനെ ഓരോ ടൈപ്പ് സോയിലിൻ്റെയും മാക്സിമം സേഫ് ബിയറിംഗ് കപ്പാസിറ്റി നിമിയുടെ ആ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ആ ഒരു നിമിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തപ്പോഴും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങൾ പർച്ചേസ് ചെയ്ത് വാങ്ങിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിൽ നിങ്ങൾക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ റാങ്കിങ് ദ ബോട്ടം ഓഫ് റാക്കർ ഈസ് റസ്റ്റ്. ഇൻ റാങ്കിങ് ദ അതായത് റാക്കറിൻ്റെ നമ്മളെ ബോട്ടം പോർഷൻ റെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സ്കഫോൾഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിലുള്ള ഒരു ടൈമാണ് റാക്കർ. ഓക്കെ, റാക്കർ അതിലുള്ള നമ്മുടെ ബോട്ടം പോർഷൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ബ്രാസസ് ഉണ്ട്, സ്ട്രെയിനിങ് ഉണ്ട്, അതുപോലെ റാക്കർ ഉണ്ട്, സോൾ പ്ലേറ്റ് ഉണ്ട്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണടാ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, സോൾ പ്ലേറ്റ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു റാക്കർ നമ്മൾ സോൾ പ്ലേറ്റ്, അതായത് സോൾ പ്ലേറ്റ് ഗ്രൗണ്ടിൽ വെച്ചിരിക്കും, അതിൻ്റെ പുറത്താണ് നമ്മൾ ഈ ഒരു റാക്കർ നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The removal of props of slab spanning up to 4.5 meter is dash days. ഓക്കെ, അതായത് നമ്മുടെ ആ ഒരു 4 സ്പാൻ പറയുന്നുണ്ട്, സ്പാനിങ് അപ് ടു 4.5 മീറ്റർ ആണ് പറയുന്നത്. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമ്മൾ ആ ഒരു പ്രോപ്സ് റിമൂവ് ചെയ്യുന്നത് എത്ര ഡേയ്സ് കഴിയുമ്പോഴെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ 3 days ഉണ്ട്, 7 days ഉണ്ട്, 14 days ഉണ്ട്, 21 days ഉണ്ട്. ഏതാണ് ആൻസർ? സ്പാൻ പറയുന്നുണ്ട്, അവിടെ സ്പാനിങ് അപ് ടു 4.5 മീറ്റർ എന്നാണ് പറയുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി 7 days ആണ് ആൻസർ ആയിട്ട് വരുന്നത്.
ഓക്കെ, ഇനി അതിൻ്റെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ആ ഒരു നിമി ക്വസ്റ്റ്യൻസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ഓരോ സ്പാനിലും, അതായത് ഇപ്പോൾ ഒരു അപ് ടു 4.5 മീറ്റർ ആണെങ്കിൽ നമ്മൾ 7 days ആണ് പറയുന്നത്. ഇനി 4.5 മീറ്ററിനേക്കാളും കൂടുതലാണെങ്കിലോ അവിടെ നമ്മൾ 14 ദിവസമാണ് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ നമ്മുടെ ബീംസും ആർച്ചിൻ്റെയും കേസിൽ നമ്മൾ സ്പാനിങ് അപ് ടു 6 മീറ്റർ, ഓക്കെ, ബീമിൻ്റെയും ആർച്ചിൻ്റെയും കേസിൽ നമ്മൾ സ്പാൻ അപ് ടു 6 മീറ്റർ വരെയാണെങ്കിൽ 14 ദിവസമാണ് പറയുന്നത്. 6 മീറ്ററിനെക്കാളും കൂടുതലാണെങ്കിൽ 21 days ആണ് പറയുന്നത്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ഒരു സ്ലാബിൻ്റെ സോഫിറ്റ്, ഓക്കെ, സ്ലാബിൻ്റെ സോഫിറ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് അണ്ടർ സോഫിറ്റ് ഒക്കെ ആണെങ്കിൽ 3 days ആണ് പറയുന്നത്. ബീമിൻ്റെ സോഫിറ്റ് ഒക്കെ ആണെങ്കിൽ 7 days ആണ് പറയുന്നത്. ഓക്കെ, then next question, the defect in painting due to poor adhesion. ഓക്കെ, ഡിഫക്റ്റ് ഇൻ പെയിൻറ്റിങ്ങിലുള്ള ഒരു ഡിഫക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് poor adhesion മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ ബ്ലിസ്റ്ററിങ് ഉണ്ട്, അതുപോലെ ബ്ലൂം ഉണ്ട്, ഫെയ്ഡിങ് ഉണ്ട്, ഫ്ലാക്കിംഗ് ഉണ്ട്. ഏതാണ് ആൻസർ ഏതാണടാ? പൂർ അഡ്ഹീഷൻ മൂലം ഉണ്ടാകുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്, ഫ്ലാക്കിംഗ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഈ ഒരു ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ബബിൾസ് ഫോം ചെയ്യുന്നതിനെയാണ് അല്ലേ, ബബിൾസ് നമ്മൾ ആ ഒരു പെയിൻറ്റ് ഫിലിമിൻ്റെ അടിയിൽ നമ്മൾ ബബിൾസ് ഫോം ചെയ്യുന്നതിനാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു വാട്ടർ വേപ്പറിൻ്റെ എൻട്രാപ്മെൻറ്റ് മൂലമാണ് ആ ഒരു ബബിൾസ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ഡിഫക്റ്റിനെയാണ് ബ്ലിസ്റ്ററിങ് എന്ന് പറയുന്നത്. ഇനി ബ്ലൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഡൾ പാച്ചസ് ഫോം ചെയ്യുന്നതിനെയാണ് ബ്ലൂം എന്ന് പറയുന്നത്. നമ്മൾ ഫിനിഷ് ചെയ്ത സർഫേസിൽ ഡൾ പാച്ചസ് ഫോം ചെയ്യുന്നതിനാണ്, ഓക്കെ, ഡൾ പാച്ചസ് ഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ബ്ലൂം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൺലൈറ്റ് കാരണം നമ്മുടെ കളർ ഗ്രാജുവലി ലോസ് ആകുന്നതിനെയാണ് ഫെയ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫെയ്ഡിങ് എന്ന് പറഞ്ഞത് എന്താണ്? ഗ്രാജുവലി നമ്മുടെ കളർ സൺലൈറ്റ് മൂലം ലോസ് സംഭവിക്കുന്നതിനെയാണ് നമ്മൾ ഫെയ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലാക്കിങ്ങും ഫ്ലെയ്ഡിങ്ങും മാറിപ്പോലെ. ഫ്ലാക്കിംഗ് എന്ന് പറഞ്ഞാൽ പുവർ അഡ്ഹീഷൻ, ഓക്കെ, പുവർ അഡ്ഹീഷൻ മൂലം പെയിൻറ്റിന് ലൂസനിങ് സംഭവിക്കുന്നതിനെയാണ് ഫ്ലാക്കിംഗ് എന്ന് പറയുന്നത്. ഫെയ്ഡിങ് എന്ന് പറഞ്ഞാൽ സൺലൈറ്റ് കാരണം പെയിൻറ്റിൻ്റെ കളർ പതിയെ ഗ്രാജുവലി കുറയുന്നതിനെയാണ് നമ്മുടെ ഫെയ്ഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, then next question നോക്കാം. The horizontal rails fixed between the top and bottom rails of the shutter. ഓക്കെ, ഹൊറിസോണ്ടൽ റെയിൽസ് ആണ്, അതെവിടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്? ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം റെയിൽ. ഏതാണ് ആൻസർ? ഓപ്ഷനിൽ ക്രോസ് റെയിലുണ്ട്, ലോക്ക് റെയിലുണ്ട്, ടോപ്പ് റെയിലുണ്ട്, ബോട്ടം റെയിലുണ്ട്. ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ബി ആണ്, ലോക്ക് റെയിലാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ വിൻഡോ വെയർ ഷട്ടർ ഓപ്പൺ ലൈക്ക് ഡോർസ് ആർ കാൾഡ്. ഓക്കെ, ഓപ്ഷനിൽ ഫിക്സഡ് വിൻഡോ ഉണ്ട്, കേസ്മെന്റ് വിൻഡോ ഉണ്ട്, പിവറ്റഡ് വിൻഡോ ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, ഏതാണ് ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത്? നമ്മുടെ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് പോലെ, ഓക്കെ, ഡോർസിന് ഷട്ടർ പോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന വിൻഡോ ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കേസ്മെന്റ് വിൻഡോ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കേസ്മെന്റ് വിൻഡോ ആണ് നമ്മുടെ ഡോർക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഷട്ടർ ഉള്ളത് നമ്മുടെ കേസ്മെന്റ് വിൻഡോയ്ക്കാണ്. ഇനി പിവറ്റഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ എന്താണ്? പിവറ്റഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ ആ ഒരു പിവറ്റിനെ എറൗണ്ടിൽ സ്വിങ് ചെയ്യുന്ന ഷട്ടറിനെയാണ് നമ്മൾ അവിടെ അലോ ചെയ്തിട്ടുള്ളത് അല്ലേ. ആ ഒരു ടൈപ്പ് വിൻഡോയിനെയാണ് പിവറ്റഡ് വിൻഡോ എന്ന് പറയുന്നത്. ഒരു പിവറ്റിന് എറൗണ്ടായിട്ട് സ്വിങ് ചെയ്യുന്ന വിൻഡോസിനെയാണ് നമ്മൾ പിവറ്റഡ് വിൻഡോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.